നമ്മൾ ആ പായ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടി എന്ത് സാധനം എടുക്കുന്നു നോക്കാം. ആദ്യം ഒരു കുക്കുംബറിൻ്റെ പീസ് എടുക്കണം. ഈ ഒരു കുക്കുംബറിൻ്റെ പീസ് ഇച്ചിരി കട്ടിയുണ്ട് കേട്ടോ, ഇത് തിക്നെസ് ഉള്ളതാണ്. അപ്പോൾ ഇത് വേണമെങ്കിൽ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം നമ്മുടെ രണ്ട് കണ്ണിലും ഇങ്ങനെ കിടന്നുകൊണ്ട് ഇങ്ങനെ വെച്ച് കൊടുത്താലും ഏറ്റവും നല്ലതാണ്. നല്ല റിലാക്സേഷൻ കിട്ടും. കറുത്ത പാടുകളും കലകളും ഒക്കെ പോകാനായിട്ടും കറുപ്പ് നിറമൊക്കെ പോകാനായിട്ടൊക്കെ ഒത്തിരി നല്ലതാണ്. ആയിട്ടൊന്ന് തുറന്നു കൊടുക്കുക. എന്നിട്ട് നമ്മൾ കണ്ണ് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുക. ഹലോ ചക്കരകളെ, എല്ലാവരും എന്തു പറയുന്നു? സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നത്തെ ഒരു ബ്യൂട്ടി ടിപ്സ് എന്താണെന്ന് അറിയണ്ടേ? ഇന്നത്തെ ഒരു ബ്യൂട്ടി ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണടിയിലെ തടിപ്പും ചുളിവും മാറി കിട്ടാനുള്ള 5 എക്സസൈസാണ് കാണിക്കുന്നത്. ഈ ഒരു കാര്യം നമ്മൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ മിക്കവാറും ഇപ്പം പ്രായഭേദമന്യേ എല്ലാ ആൾക്കാർക്കും ഈ കണ്ണ് തടിപ്പോ ചുളിവോ ഒക്കെ പ്രായമായി കഴിയുമ്പോൾ പറയുകയും കൂടി വേണ്ട. 40 വയസ്സ് കഴിയുമ്പം തൊട്ട് കണ്ണിനടിയിൽ ചുറ്റിനും കറുപ്പ് തുടങ്ങും, തടിപ്പ് ചുളിവുകളൊക്കെ തുടങ്ങും. നമ്മുടെ കണ്ണിലെ ജലാംശം പെട്ടെന്ന് വറ്റിപ്പോകുന്നുണ്ട്. കൂടുതലും അതുണ്ടാകുന്നതിൻ്റെ കാരണം മൊബൈലും കമ്പ്യൂട്ടറും ഒക്കെ അമിതമായിട്ട് ഉപയോഗിക്കുമ്പോഴാണ്. നമ്മൾ രാത്രിയിലൊക്കെ കിടക്കാൻ നേരത്തും ലൈറ്റ് കിടത്തിയിട്ട് മൊബൈലിൽ നിന്ന് നോക്കി കിടക്കുമ്പോഴത്തേക്കും നമ്മുടെ കണ്ണിലുള്ള ഈർപ്പം പെട്ടെന്ന് നഷ്ടപ്പെടും. കണ്ണിനെ പെട്ടെന്ന് ഡ്രൈ ആക്കും. അങ്ങനെ ഡ്രൈ ആകുമ്പോഴാണ് നമ്മുടെ കണ്ണിന് ചുറ്റും കറുപ്പും റിങ്കിൾസും ഒക്കെ പെട്ടെന്ന് വരുന്നത്. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ, ഒരു മസാജോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും പായ്ക്കോ നമ്മൾ എക്സസൈസോ ഒന്നും ചെയ്തില്ലെങ്കിൽ എന്താണ്, ഇത് കൂടി വരുന്നതല്ലാതെ കുറയത്തില്ല. അപ്പോൾ ഒരു 5 എക്സസൈസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞ് ലൈക്ക് തരാനും മറന്നുപോല്ല കേട്ടോ. അപ്പം നമുക്ക് ആ ഒരു എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പിട്ട് കണ്ണിന് ചുറ്റും എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസറോ എന്തെങ്കിലും ഓയിലോ ഒക്കെ പുരട്ടി കൊടുക്കാം. അപ്പോൾ കണ്ണ് നമ്മൾ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുമ്പോഴത്തേനും നമ്മുടെ ആ കണ്ണിന് വലിച്ചിലൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് മുഖത്താണെങ്കിലും കണ്ണിലാണെങ്കിലും ഒക്കെ നമ്മൾ തേക്കണം. അപ്പം ഞാൻ എൻ്റെ ഡോട്ടാൻഗി എന്ന് പറഞ്ഞ ഒരു മോയ്സ്ചറൈസറാണ് എടുത്തേക്കുന്നത്. അത് നിങ്ങളുടെ കയ്യിൽ ഏത് മോയ്സ്ചറൈസർ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഈ കണ്ണിലടിയും തേച്ച് കൊടുക്കുന്നത് നമ്മുടെ കണ്ണിലെ ആ ഒരു എന്താ പറയുക, ഒരു നമുക്കൊരു ബുദ്ധിമുട്ടും ഒരു വലിച്ചിലും ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഡ്രൈ സ്കിന്നിന് പ്രത്യേകമായിട്ടും ചെയ്യണം. ഓയിലി സ്കിൻ ഇത്ര ചെയ്തില്ലെങ്കിലും വിഷയമില്ല. അപ്പോൾ എൻ്റെ ചെറിയൊരു ഓയിലി സ്കിന്നാണ്, എങ്കിലും ഞാൻ ചെയ്യുവാണ്. അപ്പം നമുക്ക് ജസ്റ്റ് ഈ ഒരു മോതിരകളിൽ ചെന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസിൽ, ആദ്യം ക്ലോക്ക് വൈസിലും പിന്നെ ആൻറ്റി ക്ലോക്ക് വൈസിലും ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എപ്പോഴും നമ്മുടെ കണ്ണിനടിയിൽ നമ്മൾ മസാജിങ്ങും എക്സസൈസും ഒക്കെ ചെയ്തു പോയാൽ മാത്രമേ നമുക്ക് കണ്ണടിയിൽ കറുപ്പ് വരാതിരിക്കത്തുള്ളൂ, ചുളിവ് വരാതിരിക്കത്തുള്ളൂ. ഞാനൊക്കെ ആണെങ്കിലും എഡിറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ തന്നെ മൊബൈലും ഒക്കെ യൂസ് ചെയ്യുന്ന ആളാണ്. മിക്കവാറും കുത്തിയിരുന്ന് യൂസ് ചെയ്യും. പക്ഷേ ഞാനത് കഴിഞ്ഞതിന് ശേഷം എന്താണ്, എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഒരു എക്സസൈസ് ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും പായ്ക്കിടും, അല്ലെങ്കിൽ മസാജൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കൂടാതിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ചെറിയൊരു വലയം പോലൊക്കെ ചിലപ്പോൾ വരും. അപ്പം ഞാനിങ്ങനെ ചെയ്യുമ്പോൾ അങ്ങ് മാറും. കുറച്ച് നേരം ഒരു അരമണിക്കൂർ നോക്കിയിരുന്നാൽ മതി, പെട്ടെന്ന് തന്നെ നമ്മുടെ കണ്ണിന് ക്ഷീണം പോലെ തോന്നും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഐസ് ക്യൂബൊക്കെ വെച്ച് കൊടുക്കണം. ഇതൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ എന്താണ്, കൂടാതിരിക്കാൻ വേണ്ടി ഏറ്റവും നല്ലതാണ് ഈ ഒരു സംഭവം നമ്മൾ ചെയ്യുന്നത്. നമുക്ക് എന്തായാലും ഇപ്പോൾ അപ്പത്തുള്ള ആൾക്കാർക്ക് മൊബൈൽ യൂസ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എന്താണ്, അത് യൂസ് ചെയ്യുന്നതിൻ്റെ കൂടെ നിങ്ങൾ ഇതുപോലെ ഉള്ള കാര്യങ്ങൾ ചെയ്തു പോയാൽ നിങ്ങൾക്ക് ഈ സംഭവങ്ങളൊന്നും കൂടാതിരിക്കും. കറുപ്പും തടിപ്പും ചുളിവും ഒന്നും കൂടാതിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു മോയ്സ്ചറൈസർ കണ്ണിന് ചുറ്റിനും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് എക്സസൈസാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ കണ്ണ് നന്നായിട്ട് ഇറുക്കി അടയ്ക്കുക. അപ്പോൾ ഏറ്റവും നല്ലത് കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെ ഡെയിലി നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ലൊരു വ്യത്യാസം ഒറ്റ ആഴ്ച കൊണ്ട് തന്നെ നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള വ്യത്യാസം കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഭയങ്കരമായിട്ട് കറുപ്പൊക്കെ ഉള്ള ആൾക്കാർ ഒരു പായ്ക്കും കൂടെ അപ്ലൈ ചെയ്യണം. അത് ഏതാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ആദ്യമേ കണ്ണൊന്ന് നന്നായിട്ട് ഇറുക്കി അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുക. ഇതൊരു 10 വട്ടം ചെയ്യണം. നന്നായിട്ട് ഇറുക്കി അടയ്ക്കുകയും തുറക്കുന്ന ആ ഒരു എക്സസൈസ് നമ്മൾ 10 വട്ടം ചെയ്യണം. ഇനി നമ്മൾ കണ്ണൊന്ന് ജസ്റ്റ് ഒന്ന് തുറന്ന് പിടിക്കുക. ഇങ്ങനെ ജസ്റ്റ് ഒരുപാട് ഇങ്ങനെ വലിക്കുകയല്ല ചെയ്യേണ്ടത്, പതുക്കെ ഒന്ന് സോഫ്റ്റായിട്ടൊന്ന് തുറന്ന് പിടിക്കുക. എന്നിട്ട് നമ്മൾ കണ്ണ് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുക. നല്ല ഇറുക്കി.
ഇത് നമ്മളൊരു 10 പ്രാവശ്യം ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ നമ്മുടെ കണ്ണിൻ്റെ നമ്മുടെ ഈ കണ്ണിൻ്റെ താഴ്ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചു പിടിക്കുക. അതുപോലെ ഈ കണ്ണിൻ്റെ 2 സൈഡും ഒന്ന് വലിച്ചു പിടിച്ചതിന് ശേഷം നമ്മൾ ഇങ്ങനെ വലിച്ചു പിടിക്കുക. നേരെ നോക്കിയിട്ട് വലിച്ചിങ്ങനെ പിടിക്കുക. ഒത്തിരി വലിച്ചല്ല, ചെറുതായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ മേളിലോട്ട് നോക്കുക, താഴോട്ട് നോക്കുക, ഇതൊരു 10 വട്ടം ചെയ്യാം. അപ്പോൾ നമ്മൾ മേളിലോട്ട് നോക്കുമ്പം നല്ല സ്ട്രെച്ച് ചെയ്തുള്ള ഇത് ഫീൽ കിട്ടും, താഴോട്ട് നോക്കുമ്പോൾ കുറച്ച് ലൂസായിട്ടുള്ള ഇത് കിട്ടും. അപ്പം മേളിലോട്ടാണ് സ്ട്രെച്ച് ചെയ്യുന്നത്. നമ്മൾ താഴോട്ട് സ്ലോലി നമ്മൾ താഴോട്ടാക്കിയാൽ മാത്രം മതി. താഴോട്ട് സ്ട്രെച്ച് ചെയ്യേണ്ടത് അത് മേളിലോട്ടാക്കുമ്പോഴാണ് നമ്മൾ സ്ട്രെച്ച് ചെയ്ത് പിടിക്കേണ്ടത്. സ്ട്രെച്ച് ചെയ്യുന്നത് നമ്മുടെ ആ ഒരു കണ്ണിൻ്റെ അവിടെ സ്ട്രെച്ച് ചെയ്യുന്നു. ഇത് നമ്മുടെ കണ്ണിൻ്റെ സ്കിന്നിൻ്റെ റിങ്കിൾസ് ഒക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ കണ്ണിൻ്റെ തടിപ്പൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇനി നമ്മൾ കണ്ണിൻ്റെ ഈ ഒരു ഭാഗം ഇങ്ങനെ പൊക്കി പിടിക്കുക. 2 സൈഡും ഇങ്ങനെ ഒന്ന് പൊക്കി പിടിക്കുക. പൊക്കി പിടിച്ചതിന് ശേഷം നമ്മൾ താഴോട്ട് നോക്കുക, നേരെ നോക്കുക, താഴോട്ട് നോക്കുക, നേരെ നോക്കുക, താഴോട്ട് നോക്കുക, നേരെ നോക്കുക. ഇങ്ങനെ ഒരു 10 മിനിറ്റ് ചെയ്യാം. നമ്മളിങ്ങനെ പിടിക്കുമ്പം നമ്മൾ തല ഇങ്ങനെ വെച്ച് താഴോട്ട് നോക്കരുത്, ഇങ്ങനെ നോക്കരുത്. നേരെ എവിടെയാണോ പിടിച്ചേക്കുന്നത് ആ ലെവലിൽ തന്നെ നമ്മൾ നിന്നിട്ട് നേരെ നോക്കുക, താഴോട്ട് നോക്കുക. അപ്പം നമുക്കൊരു ഇവിടെ ഈ ഒരു ഭാഗത്തൊരു എന്തോ ഒരു സ്ട്രെച്ച് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ നമ്മൾ താഴത്തോട്ട് നോക്കുക, മേളിലോട്ട് നോക്കുക, താഴത്തോട്ട് നോക്കുക, ഇങ്ങനെ നമ്മൾ നോക്കരുത്. ഇങ്ങനെ നോക്കിയാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടത്തില്ല. ഇനി നമ്മുടെ 2 കോർണറും ഒന്നിങ്ങനെ വലിച്ചു പിടിക്കുക. ഇങ്ങനെ ഒന്ന് വലിച്ചു പിടിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ഇറുക്കി അടയ്ക്കുക, തുറക്കുക. അപ്പം നമുക്കറിയാം നമ്മുടെ മസിൽ ഇങ്ങനെ കൂടുന്നതും ഇങ്ങനെ അകലുന്നതും അടുക്കുന്നതുമായിട്ട് നമുക്കറിയാൻ പറ്റും. ഇങ്ങനെ അപ്പം ഇറുക്കി അടയ്ക്കുക, തുറക്കുക, ഇറുക്കി അടയ്ക്കുക, തുറക്കുക. ഇത് ഒരു 10 വട്ടം തന്നെ നമ്മൾ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് മൂലം നമ്മുടെ കണ്ണിന് നല്ല സ്ട്രെച്ച് ആയിട്ട് വരും. അപ്പം നമ്മുടെ റിങ്കിൾസൊക്കെ നന്നായിട്ട് കുറയും. ഇത് തടിപ്പൊക്കെ കുറയാനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ ഒരുപാട് തടിപ്പും ഒരുപാട് ചുളിവും ഒക്കെ ഉള്ളവർ ഇതൊക്കെ ചെയ്തതിന് ശേഷം ഒരു പായക്കം കൂടെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ ജസ്റ്റ് ഒരു മോതിരവിൽ വെച്ചൊരു മസാജ് കൊടുക്കുന്നതും നല്ലതാണ്. അപ്പോൾ അവർക്ക് എന്താണ് കുറച്ച് എഫക്റ്റ് കൂടുതൽ കിട്ടും, കുറച്ച് റിസൾട്ടും കൂടുതൽ കിട്ടും. കയ്യിൽ ഇങ്ങനെ കുമ്പിൾ പോലെ ആക്കുക. എന്നിട്ട് 2 കൈ ഇങ്ങനെ പിടിച്ചതിന് ശേഷം കണ്ണടയ്ക്കുകയും തുറക്കുകയും ചെയ്യുക. ഇത് നമ്മളൊരു 10 വട്ടം ചെയ്യുക കേട്ടോ. അടുത്ത ഒന്നും കൂടെ ഉണ്ട്, അതുകൂടെ കാണിക്കുക എന്നാന്നുള്ളത്. അടുത്ത ഒരു എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണടച്ച് പിടിച്ചുകൊണ്ട് നമ്മുടെ കണ്ണിലകത്തുള്ള കൃഷ്ണമണി റൊട്ടേറ്റ് ചെയ്യുക. ക്ലോക്ക് വേസിലും ആൻറ്റി ക്ലോക്ക് വേസിലും കണ്ണ് തുറക്കാതെ തന്നെ. അപ്പം നല്ല രീതിയിൽ തന്നെ എഫക്റ്റ് കിട്ടുന്ന ഒരു എക്സസൈസാണ്. അപ്പം നമുക്കങ്ങനെ ചെയ്യാം. അപ്പോൾ ആദ്യം ചെയ്യുമ്പോഴത്തേനും ചിലപ്പോൾ നമ്മൾ കണ്ണൊക്കെ തുറന്ന് വരുമോ ഒക്കെ തോന്നും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ തലയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചലിക്കും. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്നൊരു താങ്ങ് കൊടുക്കുക. താടിക്ക് ഇങ്ങനെ ഒരു താങ്ങ് കൊടുത്തതിന് ശേഷം, അല്ലെങ്കിൽ നമ്മൾ കൈ ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മുടെ തല അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ കൈ കൊടുക്കുക. എന്നിട്ട് നമ്മളിതുപോലെ ഇങ്ങനെ നമ്മൾ ക്ലോക്ക് വേസിലും ആൻറ്റി ക്ലോക്ക് വേസിലും റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മുടെ കണ്ണിന്
എന്താ പറയുക, നല്ലൊരു വ്യായാമമാണ്. നമ്മുടെ കണ്ണിന് എപ്പോഴും നമ്മൾ വ്യായാമം കൊടുക്കണം. നമ്മുടെ കണ്ണിനൊന്നും മിക്കവാറും ആൾക്കാരൊന്നും ചെയ്യാറില്ല. എപ്പോഴും എല്ലാവരും മൊബൈലും നോക്കി കമ്പ്യൂട്ടറും നോക്കി, അപ്പോൾ അങ്ങനെ കണ്ണിന് കറുപ്പും ചുളിവും തടിപ്പും ഒക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇതുണ്ടായവർക്ക് ഇതൊക്കെ കുറഞ്ഞു നിൽക്കാനായിട്ട് ഒത്തിരി നല്ലതാണ്. കാരണം നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗത്തും നമുക്ക് വ്യായാമം ഏറ്റവും മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഡെയിലി ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് ബോഡി ഫുള്ളായിട്ടുള്ള വ്യായാമത്തിനും നമ്മുടെ കണ്ണിൻ്റെ വ്യായാമത്തിനും കണ്ണിനൊക്കെ നല്ല ആരോഗ്യം കിട്ടാനായിട്ടുള്ള എക്സസൈസും കാര്യങ്ങളുമൊക്കെ ഫേസിൻ്റെ മസിൽസും പേശികളുമൊക്കെ നമ്മുടെ മുഖത്തിലെ പേശികളും മസിൽസും ഒക്കെ നല്ല സ്ട്രെച്ചായിട്ടും നല്ല സ്റ്റിഫായിട്ടും അതുപോലെ തന്നെ ചുളിവുകളൊന്നും ഇല്ലാതെ ഇരിക്കാനായിട്ടും ഒക്കെയുള്ള വ്യായാമങ്ങളും ഫേസ് യോഗകളും ഒക്കെ ഫേസ് മസാജുകളും ഫേസ് പാക്കുകളും ഒക്കെ നമ്മളിങ്ങനെ ചെയ്തു പോവുകയാണെങ്കിൽ എന്താണ്, തീർച്ചയായിട്ടും നമുക്കതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മളൊരു ഡോക്ടറെ കാണാൻ പോയി, നമുക്ക് കൈക്ക് ഭയങ്കരമായ വേദനയാണ്. പക്ഷെ നമ്മൾ ആ കൈക്ക് വേദനയാണെന്നും പറഞ്ഞുകൊണ്ട് ആ കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കൈയുടെ വേദന കുറയൂ? ഇല്ല, വേദന കൂടത്തേ ഉള്ളൂ. പക്ഷേ ഡോക്ടർ പറയുന്ന പോലെ ആ കൈയൊക്കെ ഒന്ന് അനക്കി എക്സസൈസൊക്കെ ഒന്ന് പതുക്കെ ചെയ്ത് കുറച്ച് ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് നമ്മളോട് പറഞ്ഞില്ല, അതുപോലെ നമ്മൾ കൈ രണ്ടും ഇങ്ങനെ പൊക്കിയും താത്തുമൊക്കെ നല്ല രീതിയിൽ എക്സസൈസൊക്കെ കൊടുക്കുവാണെങ്കിൽ എന്താണ്, നമുക്ക് കൈയുടെ വേദന പതുക്കെ പതുക്കെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ എപ്പോഴും നമുക്ക് കയ്യിലും കാലിലും ഒക്കെ നല്ല എക്സസൈസും ബോഡി ഫുള്ളായിട്ടുള്ള എക്സസൈസും ഒക്കെ കൊടുത്തു വ്യായാമങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വേദനകളില്ലാതെ ഒരു അങ്ങനെ പോകാൻ പറ്റും അല്ലേ. ഒരുപാട് തടി കൂടാതെയും അങ്ങനെ ഓരോരോ കാര്യങ്ങൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതൊന്നും ചെയ്യാതെ അനങ്ങാതെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് അവിടെ വേദന ഇവിടെ വേദന, കണ്ണിന് കറുപ്പ്, മുഖത്ത് ചുളിവ്, കണ്ണിന് തടിപ്പ്, റിങ്കിൾസ്, അതുപോലെ തന്നെ റിങ്കിൾസും ചുളിവും ഒന്നാണല്ലോ. പിന്നെ അതുപോലെ സ്കിന്ന് സാഗ് ചെയ്യുക, ഇങ്ങനത്തുള്ള പ്രശ്നങ്ങളെല്ലാം വരുന്നത് എന്തുകൊണ്ടാണ്? ഒന്നും ചെയ്യാതെ അനങ്ങാപ്പാറയായിട്ട് ഇരിക്കുമ്പോഴാണ് ഈ പ്രശ്നമെല്ലാം ഉണ്ടാകുന്നത്. കാരണം ഇപ്പം നമുക്ക് എന്താണ്, അരയ്ക്കാനായിട്ട് മിക്സിയുണ്ട്, അലക്കാൻ വാഷിംഗ് മെഷീനുണ്ട്, തുടയ്ക്കാനായിട്ട് പൊടി പിടിക്കുന്ന യന്ത്രങ്ങളുണ്ട്, പൊടി പിടിക്കാനായിട്ടുള്ള കാര്യം അത് മെഷീൻ ചെയ്തോളും, തൂക്കാനായിട്ടും വേണമെങ്കിൽ മെഷീൻ ചെയ്തോളും. അങ്ങനെ എല്ലാ കാര്യത്തിനും നമുക്കിപ്പോൾ മെഷീൻസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ്, നമ്മുടെ ശരീരം ഒന്നും അനങ്ങുന്നില്ല. ഒരു അടുക്കളയിൽ കയറി ഒരു കറിയോ ഒരു ചോറോ ഉണ്ടാക്കിയാലൊന്നും നമ്മുടെ ശരീരം അനങ്ങത്തില്ല. കാരണം നമ്മൾ നല്ലതായിട്ട് അത് എക്സസൈസ് ചെയ്താൽ മാത്രമേ നമ്മുടെ ബോഡി നന്നായിട്ട് വേർത്ത് അതിൻ്റെ കൊഴുപ്പുകളെല്ലാം പോയാൽ മാത്രമേ നമുക്ക് ശരീരത്തിന് നല്ല രീതിയിലുള്ള വ്യായാമം കിട്ടുള്ളൂ. നടക്കുക, ഓടുക, ചാടുക, ഇതൊക്കെ ചെറിയ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാം. ഈ പ്രായത്തിൽ ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അടുക്കളയിൽ എന്തെങ്കിലും രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേനും എന്തെങ്കിലും അടുക്കള രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങൾ അവിടെ വെക്കും, അതൊന്ന് വഴറ്റി കൊടുക്കും, അല്ലെങ്കിൽ വഴറ്റാനുള്ള സംഭവം വഴറ്റി കൊടുക്കും. എന്നിട്ട് ഞാൻ ഈ അടുക്കള ഇരുന്നുകൊണ്ടാണ് ഞാൻ ഈ കസരത്ത് മുഴുവൻ കാണിക്കുന്നത്. പക്ഷേ അതിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടാറുമുണ്ട്. ഒരു 15 മിനിറ്റ് നമ്മൾ അതിനായിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടും. ഈ ഒരു 5 എക്സസൈസ് എല്ലാവരും ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നമുക്ക് അതിനായിട്ടുള്ളൊരു പായ്ക്ക് എങ്ങനെയാണ് ഇടുന്നത് നോക്കാം. നമ്മുടെ കണ്ണിൻ്റെ ചുളിവും തടിപ്പും മാറാനുള്ളൊരു പായ്ക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ആ പായ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടി എന്ത് സാധനം എടുക്കുന്നു നോക്കാം. ആദ്യം ഒരു കുക്കുംബറിൻ്റെ പീസ് എടുക്കണം. ഈ ഒരു കുക്കുംബറിൻ്റെ പീസ് ഇച്ചിരി കട്ടിയുണ്ട് കേട്ടോ, ഇത് തിക്നെസ് ഉള്ളതാണ്. അപ്പോൾ ഇത് വേണമെങ്കിൽ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം നമ്മുടെ 2 കണ്ണിലും ഇങ്ങനെ കിടന്നുകൊണ്ട് ഇങ്ങനെ വെച്ച് കൊടുത്താലും ഏറ്റവും നല്ലതാണ്. നല്ല റിലാക്സേഷൻ കിട്ടും. കറുത്ത പാടുകളും കലകളും ഒക്കെ പോകാനായിട്ടും കറുപ്പ് നിറമൊക്കെ പോകാനായിട്ടൊക്കെ ഒത്തിരി നല്ലതാണ്. അപ്പോൾ റിങ്കിൾസ് കുറയ്ക്കാനായിട്ടും അവർ കറുത്ത പാടൊക്കെ മാറി കണ്ണിനൊരു നല്ലൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് ഒരു പൊട്ടറ്റോടെ ചെറിയൊരു ഇതുണ്ട്, ഇത്രയും ഒരു ഭാഗമേ ഉള്ളൂ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതും കൂടെ നമുക്ക് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചുകൊണ്ട് വരാം. ഞാൻ അത് അരച്ചുകൊണ്ട് പേസ്റ്റാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ലാതെ ഒരാഴ്ച വരെ നമ്മുടെ ഫ്രിഡ്ജിലിരുന്നോളും. മാക്സിമം 4-5 ദിവസങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഒരു തണുപ്പോടുകൂടി എപ്പോഴും ഇടുന്നതാണ് നമ്മുടെ കണ്ണിനും മുഖത്തും ഒക്കെ പായ്ക്കിടുമ്പോൾ ഒരു ചെറിയ തണുപ്പോടുകൂടി ഇട്ടാൽ ഒത്തിരി നല്ലതാണ്. അടുത്തതായിട്ട് ചേർക്കുന്നത് നമ്മുടെ തേനാണ്. അപ്പോൾ തേൻ്റെ ഗുണങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. തേന് ഒരുപാട് പൊള്ളലേൽക്കുന്നതിന്, പാടുകളും കലകളും പോകാനായിട്ട്, സ്കിന്ന് നല്ല മോയ്സ്ചറായിട്ട് വെക്കാനായിട്ട്, അതായത് ഈർപ്പം നിർത്താനായിട്ട്, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഈ കണ്ണിനടിയിലൊക്കെ ഈർപ്പം ഡ്രൈനസ് ആകുമ്പോൾ തന്നെ ഈ തേന് വെറുതെ കണ്ണിന് ചുറ്റിനും തേച്ച് കൊടുത്ത് തേനും അലോവേര ജെല്ലും കൂടെ മിക്സ് ചെയ്ത് തേച്ചാൽ ഒത്തിരി നല്ലതാണ്. അപ്പോൾ അങ്ങനെ കുറേ പായ്ക്കുകളും മസാജിങ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ തേനും കൊണ്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇനി ആ തേന് നമുക്കൊരു 1/4 ടീസ്പൂൺ തേനും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. തേന് അപ്പോൾ നാടൻ തേൻ കിട്ടുവാണെങ്കിൽ അത്രയും നല്ലത്. കടയിൽ നിന്ന് വാങ്ങിച്ച തേനാണ് കേട്ടോ, നാടൻ തേനാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ തേനും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് അലോവേര ജെല്ലാണ്. അപ്പോൾ 1/4 ടീസ്പൂൺ അലോവേര ജെല്ലും കൂടെ നമ്മൾ ഇതിനകത്തേക്ക്
ചേർത്ത് കൊടുക്കുകയാണ്. പൊട്ടറ്റോയ്ക്കും കുക്കുമ്പറിനൊക്കെ നല്ല വെള്ളമുണ്ട്. ഒട്ടും വെള്ളം തൊട്ട് അരയ്ക്കുകയോ വേണ്ട, ചുമ്മാ അരച്ചെടുത്താൽ മതി. വെള്ളം ഉപയോഗിക്കുകയേ വേണ്ട കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ നമ്മൾ വെച്ചേക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു അംശമൊക്കെ, അതായത് ഈ ഒരു ക്രീമായിട്ടുള്ള സാധനമൊക്കെ ഇങ്ങനെ നമ്മൾ പതുക്കെ ഒന്ന് ഇതിങ്ങനെ ഒലിച്ചിറങ്ങും കേട്ടോ. കാരണം വെള്ളം ഉള്ളത് കൊണ്ട് ഒലിച്ചിറങ്ങും. നിങ്ങൾ കട്ടിക്കിട്ട് കൊടുക്കുക, നല്ല കറുപ്പുള്ളത്. ഞാനിങ്ങനെയൊക്കെ ചെയ്തു പോകുന്നത് കൊണ്ട് ആ മക്കളെ ഇങ്ങനെയൊക്കെ പിടിച്ച് നിൽക്കുന്നത്. അല്ലെങ്കിൽ അപ്പോൾ ഇങ്ങനെ നമ്മൾ കൂടുതൽ നമുക്ക് ഈ ഒരു ഭാഗത്തായിരിക്കുമല്ലോ കറുപ്പ്. ചിലർക്ക് കണ്ണിന് ചുറ്റിനും കറുപ്പ് കാണും. അങ്ങനെയുള്ളവർ എന്താണെന്നറിയോ, നല്ലപോലെ കണ്ണടച്ച് പിടിച്ചതിന് ശേഷം പായ്ക്കാട്ട് ഇങ്ങനെ കട്ടിക്കിട്ട് കൊടുക്കുക കേട്ടോ. കട്ടിക്കിട്ട് കൊടുത്തതിന് ശേഷം ഇത് ഒരു 20 മിനിറ്റോളം നമ്മുടെ കണ്ണിലിങ്ങനെ, നമ്മൾ ഈ ഒരു കാര്യം കണ്ണിലൊക്കെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പം എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. എന്നിട്ടൊരു 20 മിനിറ്റ് റെസ്റ്റ് എടുത്ത് ഇങ്ങനെ അനങ്ങാതെ കിടക്കുക. 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പതുക്കെ തണുത്ത വെള്ളത്തിലേ കഴുകാവുള്ളൂ. ചെയ്യുമ്പോൾ എന്താണ്, കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഇനി ഞാനിത് തുടയ്ക്കുന്നതും കഴിയുന്നതൊന്നും കാണിക്കുന്നില്ല. നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.